പ്രൈസ് ദ ലോർഡ്. എല്ലാ ആത്മീയ മക്കൾക്ക് നമസ്കാരം. സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ഒരു പുതിയ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് മർക്കോസിൻ്റെ അധ്യായം 6 അധ്യായത്തിൽ 47 തൊട്ട് 56 വരെ. മർക്കോസിൻ്റെ സുവിശേഷം 6 അധ്യായത്തിൽ 47 to 56 ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന ജീസസ് ക്രൈസ്റ്റ് അതിന് മുൻപുള്ള 6 അധ്യായത്തിൽ നമ്മൾ കാണുന്നത് 30 തൊട്ട് 44 വരെ നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി 5000 പേരെ ജീസസ് ക്രൈസ്റ്റ് ആഹാരം 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ഇതാക്കണ്ട്. അവൾ വലിയൊരു മിറക്കിൾ അവിടെ കാണിച്ചാണ് യേശു ക്രിസ്തു അതിന് ശേഷം പർവ്വതത്തിൽ കയറി പ്രാർത്ഥിക്കാനായിട്ട് പോന്നു. ശിഷ്യന്മാർ വള്ളത്തിൽ കയറി കടൽ അക്കരയ്ക്ക് പോന്നു. അപ്പം ആ സമയത്ത് യേശു ക്രിസ്തു നോക്കിയപ്പോൾ ശിഷ്യന്മാർ വള്ളം തുഴയുന്നു. പക്ഷേ അത് കാറ്റിൻ്റെ പ്രവാഹം വേറെ സൈഡിലോട്ട് തിരിച്ചായതുകൊണ്ട് ഇവർക്ക് തുഴയാൻ പറ്റാതെ പോന്നു. അവർ സംഘർഷം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് മുൻപോട്ട് നീങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. ഈ ഒരു അവസ്ഥയിൽ ജീസസ് ക്രൈസ്റ്റ് നമ്മൾ 47 തൊട്ട് 48 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ആ കൊടുങ്കാറ്റിൻ്റെ സംഘർഷം കൊണ്ട് ശിഷ്യന്മാരും വള്ളത്തിനെ കാറ്റിന് വിരുദ്ധമായിട്ട് തുഴയാനായിട്ട് അത് അവർക്ക് വളരെ ബുദ്ധിമുട്ട്. ആ സമയത്ത് യേശു ക്രിസ്തു അതിനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കവിടെ മനസ്സിലാക്കേണ്ടത് ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ യേശു ക്രിസ്തു ആ സംഘർഷത്തിൽ യേശു ക്രിസ്തു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഒറ്റയ്ക്കല്ല, യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ വേണം നമ്മൾ ഈ ജീവിതത്തിൻ്റെ സംഘർഷത്തിൽ നമ്മൾ ജീവിക്കേണ്ടത്. ഇത് സങ്കീർത്തനം 34:15 നമ്മൾ വായിക്കുന്ന ഈ പ്രകാരമാണ്: യഹോവയുടെ കണ്ണ് സത്യസന്ധമായിട്ട് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നതായ സത്യസന്ധ നീതിമാൻ്റെ കൂടെ എപ്പോഴും അവരുടെ കണ്ണ് കാണും. ഈ നീതിമാനായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ യഹോവയുടെ കണ്ണ് നമ്മുടെ മേലിലായിരിക്കും എപ്പോഴും. ഇതാ നമ്മൾ സങ്കീർത്തനം 34:15 വായിക്കുന്നതിൽ നമ്മുടെ മേലിലും യഹോവയുടെ കണ്ണുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ അടുത്ത 48 തൊട്ട് 50 വരെ നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തു ഈ സംഘർഷം കണ്ടുകൊണ്ട് അദ്ദേഹം വെള്ളത്തിൽ കൂടെ നടന്നു വരുന്നത് കണ്ടപ്പോൾ ഇവർ പേടിച്ചു. അത് ഭൂതമാണോ വരുന്നത് എന്ന് പേടിച്ചിട്ട് അവർ അലറാൻ തുടങ്ങി. അപ്പോൾ യേശു ക്രിസ്തു അവരോട് പറയുന്നു, ധൈര്യം പിടി, ഞാനാകുന്നു, നീ പേടിക്കാതിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലും എപ്പോഴും യഹോവ നമ്മളെ ഉണ്ടല്ലോ, നമ്മളോട് പറയാറുണ്ട്, നിങ്ങൾ ധൈര്യപ്പെടുകയും ഞാനാകുന്നു പേടിക്കാതിരിക്കും, ഞാനാകുന്നു പേടിക്കാതിരിക്കും, ഞാനാകുന്നു പേടിക്കാതിരി എന്ന് പറയുന്നത്. ഇത് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ സംഘർഷം, അത് ഫൈനാൻഷ്യലായിരിക്കാം, അസുഖപ്രകാരമായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പല ബുദ്ധിമുട്ടുകളായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ട്, മാനസിക ബുദ്ധിമുട്ട്, എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ വലിയൊരു കോളർക്കം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. ഉണ്ടാകുന്ന സമയത്ത് കുടുംബപരമായിട്ടും എല്ലാ രീതിയിലുള്ള സംഘർഷത്തിൽ യഹോവ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളെ കണ്ടുകൊണ്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ഭൂതമാണെന്ന് പറഞ്ഞ് പേടിച്ച് പോകാതെ ആ സമയത്ത് യേശു ക്രിസ്തുവിനോട് അടുത്ത് ചേരാനായിട്ട് ശ്രമിക്കണം. ആ സമയത്ത് യേശു ക്രിസ്തു നമ്മളോട് പറയുന്നു, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, നിങ്ങൾ പേടിക്കാതിരിക്കും എന്ന് പറയും. എപ്പോഴും നമ്മളോട് ഈ ഒരു വാക്ക് എപ്പോഴും നമ്മുടെ മുൻപിൽ ഉണ്ട് എന്നുള്ള നമ്മൾ വിശ്വാസത്തോടു കൂടെ. അങ്ങനെ യേശു ക്രിസ്തു വള്ളത്തിൽ കയറി കഴിഞ്ഞാൽ 51, 52 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, യേശു ക്രിസ്തു വള്ളത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ആ കൊടുങ്കാറ്റ് അവിടെ വെച്ച് നിലച്ചു, ശമനം അത് നിർത്തി, ആ കാറ്റ് നിന്നുപോയി. അപ്പോൾ അവർ ഈ അതിശയം കണ്ടു, ഈ ശിഷ്യന്മാർ ഈ അതിശയം കണ്ടു. എന്താ വെച്ചാൽ ഈ അതിശയം തന്നെ യേശു ക്രിസ്തു റൊട്ടി 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാവുന്ന റൊട്ടി കൊടുത്തത് അവർ കണ്ടതാണ്. പക്ഷെ അവർ മനസ്സിലാക്കിയില്ലായിരുന്നു. ആ സമയത്ത് അവരുടെ മനസ്സത്ര ആധ്യാത്മികമായിട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ അത് അവർക്ക് വലിയൊരു അതിശയമാണ് യേശു ക്രിസ്തു. എന്താ വെച്ചാൽ യേശു ക്രിസ്തു എന്ന് പറയുന്നത് യഹോവയുടെ പുത്രനാകുന്നതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ യഹോവയുടെ ശക്തി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ യഹോവയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മുടെ അതിശയകരമായ ജീവിതത്തിൽ നമ്മളെ കാണുന്നുണ്ടെങ്കിലും യഹോവ നമ്മളെ നടത്തുമ്പോൾ എല്ലാ ചെറുതും വലുതുമായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളപ്പോൾ അത് നടത്തുന്നത് നമ്മൾ കാണുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ വളരെ
പിന്നോക്കമായി പോകുന്നു. ആ പിന്നോക്കം ആകുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന ദോഷം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് യേശു ക്രിസ്തു നമ്മുടെ കൂടെ നടക്കാതെ വരും. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ നമ്മൾ മുറുക്കി പിടിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകണം. 53 തൊട്ട് 56 വരെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന യേശു ക്രിസ്തു ഗനേസറത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെന്ന് വെള്ളത്തിൽ കൂടെ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ആ ഭാഗത്ത് യേശു ക്രിസ്തു കാണുന്നത് ഒത്തിരി ആൾക്കാരവിടെ ആൾക്കൂട്ടമായി വന്നു. അത് കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു അവർക്ക് രോഗികളായിട്ടുള്ളവരുണ്ട്, പല രീതിയിലുള്ള പ്രയാസം വിഷമമുള്ളവരുണ്ട്. അവരെല്ലാം വന്നിട്ട് ആ രോഗങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു സൗഖ്യം പ്രാപിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. എന്താ വെച്ചാൽ രോഗിയായിരിക്കുന്ന ഒരു സ്ത്രീ മത്തായിയുടെ 9 അധ്യായത്തിൽ 21 വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു രക്തസ്രാവത്തിൽ കൂടി പീഡിതരായൊരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ യേശുവിൻ്റെ വസ്ത്രത്തിലൊന്ന് തൊടാൻ വേണ്ടി തൊട്ടിട്ട് സൗഖ്യം പ്രാപിക്കാനായിട്ട് തുടങ്ങുന്ന ആ ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ വെറും ചെറിയ സ്പർശം മാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാകണം. നമ്മുടെ യഹോവയിൽ പ്രാർത്ഥനയിൽ കൂടെ യഹോവയെ നമ്മൾ വിശ്വസിച്ചിട്ട് യഹോവയെ നമ്മൾ തൊടാൻ നോക്കണം. ആ പ്രാർത്ഥനയാണ് നമ്മുടെ യഹോവ വരെ എത്തിക്കുന്ന കൈ. ആ പ്രാർത്ഥനയിൽ കൂടെ നമ്മൾക്ക് ഹൃദയം തുറന്ന് നന്നായി നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ യഹോവയിൽ നമ്മൾ സ്പർശനം നടക്കും. ആ യഹോവയിൽ സ്പർശനം നടക്കുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് ആ ചെറിയ വിശ്വാസത്തിൽ കൂടെ നമ്മൾ ആ സ്ത്രീ എങ്ങനെ രക്തസ്രാവത്തിൽ കൂടെ ആ സ്ത്രീക്ക് വിശ്വാസത്തിൽ തുണിയൽ മാത്രം തൊട്ട് കഴിയുമ്പോൾ അവർക്ക് സൗഖ്യം പ്രാപിച്ചു. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒത്തിരി കോളാൽക്കങ്ങൾ ഉണ്ടാകുന്നതും ഒത്തിരി പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം ഉണ്ടാകുന്നു. അതിനെല്ലാം നമുക്ക് ശമനം ഉണ്ടാവുകയും സൗഖ്യം പ്രാപിക്കുകയും നമുക്ക് ചെയ്യും. അത് നമുക്ക് ഈ സമയത്ത് ഇതിൻ്റെ ആധ്യാത്മികപരമായിട്ട് നമുക്ക് മനസ്സിലാക്കുമ്പോൾ 3-4 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. യേശു നമ്മുടെ എല്ലാ സംഘർഷത്തിനെയും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1 നമ്മുടെ കോളാൽക്കം എപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ ആ സമയത്ത് അദ്ദേഹം നമ്മുടെ അടുത്ത് നടന്നു വരുന്നുണ്ട്. 3 യേശു ക്രിസ്തു നമ്മുടെ നമുക്കുണ്ടാകുന്ന പേടിയെ വിശ്വാസത്തിൽ മാറ്റിയെടുക്കുവാനായിട്ട് യേശു ക്രിസ്തു സാധിക്കുന്നുണ്ട്. എങ്ങനെ യേശു ക്രിസ്തു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ പേടിച്ചപ്പോൾ വിശ്വാസത്തിലാക്കിയെടുത്തു, അതുപോലെ വിശ്വാസത്തിൻ്റെ ചെറിയ ഒരു കാര്യം ഒരു സ്റ്റെപ്പ് കൊണ്ട് തന്നെ വലിയൊരു അതിശയം കാണിക്കുന്നുണ്ട്. അതിനെല്ലാം നമ്മൾ വിറ്റ്നസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, സാക്ഷ്യം പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ട് ഒത്തിരി കാര്യങ്ങൾ സാക്ഷ്യം പറയാനുണ്ട്. അതെല്ലാം നമ്മൾ പറയേണ്ടതായിട്ട് ആവശ്യമായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോൾ നമുക്ക് എന്താണ് ജീവിതത്തിൽ കാണുക? നമുക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ, അസുഖങ്ങൾ, കുടുംബത്തിലെ ടെൻഷന്, അങ്ങനെ പല കോളാൽക്കമായുള്ള പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ള സമയത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ വള്ളത്തിൽ എപ്പോഴും യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ച് എങ്കിൽ നിശ്ചയമായിട്ടും ആ കോളാൽക്കത്തിനെല്ലാം ശമനം ഉണ്ടാവും. നമ്മൾ അവിടെ വെച്ച് നമുക്ക് വിപരീതമായിട്ട് അടിക്കുന്ന കാറ്റുകളെല്ലാം മാറിപ്പോവും. നമ്മുടെ ശത്രുക്കൾ നമ്മളെ വിട്ടു മാറിപ്പോവും. അപ്പോൾ നമ്മുടെ ശാന്തി സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കണം. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഒരു വ്യക്തി ഒരു രാത്രിയിൽ ഒരു വള്ളം നീക്കിക്കൊണ്ട് പോകുമ്പോൾ തുഴങ്ങി കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് ഈ ആകസ്മികമായിട്ടുണ്ടാകുന്ന കോളൽക്കത്തിൽ വലിയ വായു വരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് പോകാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം പ്രാർത്ഥന യേശു ക്രിസ്തുവിനെ വിളിക്കുന്നു. ആ സമയത്ത് ഒരു അനുഭവമുള്ള ഒരു വള്ളക്കാരൻ വന്നിട്ട് ആ വള്ളത്തിൽ കയറിയിരുന്നിട്ട് അത് തുഴങ്ങി മറ്റേ സ്ഥലത്തേക്ക് പോന്നു. അപ്പോൾ നമുക്കവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നീ പേടിക്കാതിരിക്കും, ഞാൻ നിന്നെ എല്ലാ രീതികളെയും കരുതൽ ചെയ്യുന്നുണ്ട് എന്നാണ് അവിടെ പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസം വിഷമം വരുമ്പോൾ നമുക്ക് ആ വള്ളക്കാരനെ നമ്മൾ വിളിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. ആ വെള്ളക്കാരൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ പറയും, നീ പേടിക്കാതിരിക്കും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന ആ വചനം നമ്മളെപ്പോഴും ഓർത്തിരുന്നോണം. ഞാൻ പേടിക്കാതിരിക്കും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ആ വചനം നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത്, അങ്ങനെ വരുമ്പോൾ നമ്മളെ ഈ കൊടുങ്കാറ്റ്, ഈ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ കൊടുങ്കാറ്റ് നമ്മളെ ഒരിക്കലും നമ്മുടെ വള്ളത്തിനെ മുക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ
നമ്മുടെ ഈ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ കൊടുങ്കാറ്റിൽ നമ്മൾ യേശു എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ 4 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? യേശു നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വചനം 48 നോക്കുമ്പോൾ യേശു നമ്മുടെ കൂടെയുണ്ട് എന്ന് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വചനം 50 നമ്മൾ കാണുന്നുണ്ട്. യേശു നമുക്ക് സമാധാനം തരുന്നുണ്ട് എന്ന് നമ്മൾ വചനം 51 നമ്മൾ കാണുന്നുണ്ട്. യേശു നമുക്ക് സൗഖ്യം തരുന്നുണ്ട്, പ്രയാസങ്ങളും വിഷമങ്ങളും സൗഖ്യം തരുന്നുണ്ടെന്ന് നമ്മൾ കാണുന്നത് വചനം 56 നമ്മൾ കാണുന്നുണ്ട്. ഇതേ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസത്തിൽ കൂടി നടക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ വചനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെ വിലയേറിയ വചനങ്ങളാണ്. ഈ വിലയേറിയ വചനങ്ങളെ നമ്മുടെ ഓർമ്മയിൽ വയ്ക്കുകയും നമ്മുടെ ഹൃദയത്തിൽ അത് എഴുതി വയ്ക്കുകയും ചെയ്യേണ്ടതെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടത്തുള്ളൂ. അങ്ങനെ നീക്കുന്നവർ മാത്രമേ ഇതേത്തുള്ളൂ. ഈ 32ാമത്തെ ദിവസമായ ഈ വലിയൊരു ഉപവാസത്തിൻ്റെ ഫെസ്റ്റിവലിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആധ്യാത്മികപരമായിട്ട് പല കാര്യങ്ങൾ കാണാൻ മനസ്സിലാക്കും. വിശ്വാസത്തിനെ മുറുക്കിപ്പിടിക്കുക. അപ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ വിശ്വാസത്തെ മുറുക്കിപ്പിടിക്കുക. നമ്മുടെ ജീവിതത്തിൽ വലിയ കോളൽക്കം ഉണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. ആ കോളൽക്കത്തിൻ്റെ വരുമ്പോൾ നമ്മൾ വിശ്വാസത്തിനെ മുറുക്കിപ്പിടിക്കുമ്പോൾ നമ്മുടെ ആ കോളൽക്കം നമുക്ക് ശാന്തമായി കിട്ടും. ഇതാ രണ്ടാമത്തെ നമുക്ക് ഉണ്ടാകുന്ന പേടി. രണ്ടാമത്തെ കാര്യം അതിനെ വിട്ടുകളയുക. എന്താ വെച്ചാൽ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് പേടിക്കാതിരിക്കൂ, ഞാൻ നിൻ്റെ കൂടുണ്ട്, ഞാനാകുന്നു, ഞാൻ നിൻ്റെ കൂടുണ്ട്, പേടിക്കാതിരി, ഞാനാകുന്നു, ഞാൻ നിൻ്റെ കൂടുണ്ട് എന്നുള്ള ആ വചനം നമ്മളെ എപ്പോഴും ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുത്തും എന്നുള്ള നമുക്ക് നിശ്ചയമായിട്ടും അറിയാം. ആ വചനം നമുക്ക് ഓർത്തിന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നമുക്കെപ്പോഴും യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമ്മുടെ വീട്ടിലെ പ്രയാസങ്ങളും, മാനസിക പ്രയാസം, ശാരീരിക പ്രയാസം, ജോലി സ്ഥലത്തെ പ്രയാസങ്ങൾ, നമ്മുടെ വീടുകളിലെ പ്രയാസങ്ങൾ, അങ്ങനെ ദേശത്തിൻ്റെ, നാടിൻ്റെ ഇതെല്ലാം തന്നെത്താൻ മാറിപ്പോകും. അപ്പോൾ യേശു ക്രിസ്തു നമ്മളെ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അത് നമ്മൾ ഇൻവൈറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രയാസത്തിനെ നമ്മൾ ദൂരീകരിക്കണമെന്നുണ്ടെങ്കിൽ, അതിനെ നിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് യേശു ക്രിസ്തുവിനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ സൗഖ്യം കിട്ടുന്നതിന് നമ്മൾ യേശു ക്രിസ്തു കൂടി സൗഖ്യം കിട്ടുമെന്ന് നമ്മൾ വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ എല്ലാ അസുഖങ്ങളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ പ്രോബ്ലംസും എല്ലാം യേശുവിൻ്റെ ഒരു സ്പർശം മാത്രം നമുക്ക് പ്രാർത്ഥനയിൽ കൂടെയുള്ള ഒരു ഒറ്റ സ്പർശത്തിൽ കൂടെ മാത്രം നമുക്കെല്ലാം സൗഖ്യത്തിലായി മാറ്റി കിട്ടും. നമ്മൾ വിശ്വസിക്കുക. അത് നമുക്കൊരു ഓർമ്മയിലിരിക്കേണ്ട ആവശ്യമാണ്. ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? യേശുവേ, യഹോവേ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളുടെ കോളലക്കങ്ങളും ഉണ്ടാകുമ്പോൾ നീ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകണേ. എൻ്റെ എല്ലാ രീതിയിലുള്ള പേടികളെ നീ വിശ്വാസത്തിലേക്ക് മാറ്റിത്തരണമേ. എൻ്റെ ജീവിതത്തിൻ്റെ വള്ളത്തിനെ നീ കയറിയിരുന്ന് അതിനെ നീ തുഴഞ്ഞു തരണമേ എന്ന് നമ്മൾ എൻ്റെ കുടുംബത്തിൻ്റെയും പ്രയാസങ്ങളും വിഷമത്തിനും രോഗങ്ങളെ എല്ലാം നീ സൗഖ്യമാക്കി തരണേ. ഇങ്ങനെ 3-4 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ഈ സമയത്ത് ഈ വചനത്തിൽ കൂടെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ മർക്കോസിന്റെ സുവിശേഷം 6:47-56 വരെയുള്ളത് നമ്മൾ പഠിക്കേണ്ട ഇതാണ്. യേശു നമ്മുടെ എല്ലാ സംഘർഷത്തിലും എല്ലാ പ്രയാസങ്ങളും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. യേശു കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ആ സമയത്ത് ആ കോളൽക്കം ഉണ്ടാകുമ്പോൾ, ആ പ്രയാസത്തിൻ്റെ കോളൽക്കം ഉണ്ടാകും, മുഹൂർത്തം വരുമ്പോൾ യേശു ക്രിസ്തു നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ സുരക്ഷിതമാക്കുന്നുണ്ട്, നമ്മുടെ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. അത് നമ്മൾ സാക്ഷ്യം പറയേണ്ടതായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് കൊണ്ട്, യേശു ക്രിസ്തുവിൻ്റെ പ്രസൻസ് കൊണ്ട് നമുക്ക് ശാന്തി, സമാധാനം നമുക്ക് എപ്പോഴും ഉണ്ട്. നമ്മൾ വിശ്വസിക്കുമ്പോൾ നിശ്ചയമായിട്ടും അതിശയം ഉണ്ടാകുന്നുണ്ട്. അതിശയകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലതും ഉണ്ടായിട്ടുണ്ട്, ചെറുതും വലുതായിട്ട്. അതെല്ലാം നമ്മൾ സാക്ഷ്യത്തിൽ കൂടെ പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നമുക്ക് പറഞ്ഞ് നമ്മൾ വിശ്വാസത്തിലേക്ക് വന്ന്
നമ്മൾ ആ അതിശയത്തിനെ നമ്മൾ സ്വീകരിക്കുകയും അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഇറക്കുകയും ചെയ്തു കഴിയുമ്പോൾ നിശ്ചയമായിട്ട് ഈ പറയുന്ന പ്രതിസന്ധികളും ഈ പ്രയാസങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ കലീശയുടെയും നമ്മുടെ എല്ലാവർക്കും നമുക്കിത് പ്രയോജനകരമായി തീരും. ഈ അധ്യായം നമ്മൾ പഠിച്ചത് അതിൽ നിന്ന് കൂടി നമുക്ക് ജീവിതം നമുക്ക് മാറിക്കിട്ടും എന്നുള്ള വിശ്വാസത്തോടു കൂടി എൻ്റെ ഈ വചനത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലസ് ടു ഓൾ.